ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കോംബോ ഓഫറാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പൂക്കളാണ് അസേലിയ പൂക്കൾ. ആ ഒരു അസേലിയ പൂക്കളുടെ ഒരു 5 വെറൈറ്റിയും 2 വെറൈറ്റിയൊക്കെ ഒരു കോംബോ ഓഫറിലൂടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് 2 വെറൈറ്റി എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വലിയ സൈസാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അസേലിയയുടെ 2 വെറൈറ്റി ലീഫ് നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഫ്ലവർ ഏതാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല, കാരണം ലീഫ് നോക്കിയിട്ട് മാത്രം എടുക്കാൻ പറ്റും. ഇതിൽ ഫ്ലവറോ മൊട്ടോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് കളറുള്ള പൂക്കളാണ് ഇതിൽ വിരിയാന്ന് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല. ഡിഫറെൻറ്റ് 2 ടൈപ്പ് അസേലിയ ആയിരിക്കും നിങ്ങൾക്ക് കൊറിയർ വഴി അയച്ചു തരിക, ലീഫിൻ്റെ വ്യത്യാസത്തിൽ കേട്ടോ. ഇതൊരു നീണ്ടിട്ടുള്ള ലീഫാണ്. അപ്പോൾ ഈ ഫസ്റ്റ് കാണിച്ചത് നമ്മൾ ഒരു പരന്നിട്ട് ഒരു ചെറുതായിട്ട് ഉരുണ്ടിട്ടുള്ള ഒരു ലീഫാണ് കേട്ടോ. അപ്പോൾ ലീഫിൻ്റെ വ്യത്യാസത്തിലായിരിക്കും നമ്മൾ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ സെലക്ട് ചെയ്യുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഓരോന്നും. പ്ലാന്റ്സിലൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ല. നല്ല പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ കൊറിയർ ചെയ്ത് തരിക. സാധാരണ നമ്മളെ മണ്ണിലേക്കാണ് ഈ ഒരു അസേലിയ പ്ലാന്റ്സ് ഒക്കെ റൂട്ട് പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇതിൽ ഉപയോഗിക്കുന്ന വളം എന്തെന്ന് വെച്ചാൽ ചാണകപ്പൊടി, എല്ലുപൊടി അങ്ങനത്തെ വളങ്ങളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ചാണകവെള്ളമൊക്കെ കുളിപ്പിച്ച് ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഫ്ലവറിങ് ആയി കിട്ടാനായിട്ട് സഹായിക്കും. നല്ല ഏതൊരു ക്ലൈമറ്റിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് അസേലിയ പ്ലാന്റ്. നല്ല ഡബിൾ പെറ്റൽ പൂക്കളും സിംഗിൾ പെറ്റൽ പൂക്കളൊക്കെ ഉള്ള ഒരു പ്ലാന്റാണ് അസേലിയയുടെ കേട്ടോ. അപ്പോൾ ഇതിൽ കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കമുള്ള എമൗണ്ടാണ് ഈ ഒരു പ്ലാന്റിന് പറയുന്നത്. കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം 350 രൂപ മാത്രമാണ് 2 അസേലിയ പ്ലാന്റിന് റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിലും കുറഞ്ഞ ടൈപ്പ് കൂടുതൽ ചെടികൾ നമുക്ക് വാങ്ങാം. അത് അസേലിയയുടെ ഒരു ചെറിയ പ്ലാന്റ് ആണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് 5 ഡിഫറെൻറ്റ് വെറൈറ്റി അസേലിയ നമുക്ക് ചെറിയ റേറ്റിന് തന്നെ വാങ്ങാം. 5 പ്ലാന്റ്സ് ആണ് നമുക്ക് ഈ ഒരു കോംബോയിലൂടെ വാങ്ങാൻ പറ്റുന്നത് കേട്ടോ. ഇതും ലീഫിൻ്റെ വ്യത്യാസത്തിലാണ് നമ്മൾ ഓരോ പ്ലാന്റും സെലക്ട് ചെയ്തെടുക്കുന്നത്. ഇത് തന്നെ ചെറിയ ചെറിയ പൂക്കളൊക്കെ ആയിട്ട് വിരിഞ്ഞ് കഴിഞ്ഞതാണ് കേട്ടോ. ഇനി രണ്ടാമത് പൂക്കളായി വരണം. അപ്പോൾ ഇത് കണ്ടില്ലേ, നന്നായിട്ട് റൂട്ട് പിടിച്ചുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റ്സ് നമ്മൾ ലീഫിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ട് ചെയ്യുക. പൂക്കൾ ഏതാ കളർ ഏതാന്നൊന്നും കറക്റ്റ് നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല, കാരണം പ്ലാന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും. ഇത് സാധാ മണ്ണിലാണ് നട്ടിരിക്കുന്നത്. ഇതുപോലെ ഒരു കുഞ്ഞു പ്ലാന്റ് ആണ്, അത്യാവശ്യം വലിപ്പമുണ്ട്, നന്നായി റൂട്ടൊക്കെ പിടിച്ചുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിലും നമുക്ക് ഒരു 5 ഡിഫറെൻറ്റ് കളേഴ്സ്, ഡബിൾ പെറ്റൽ ഉണ്ടാവും, സിംഗിൾ പെറ്റൽ ഉണ്ടാവും, ഫ്ലവേഴ്സ്. അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കിയെടുക്കാം കേട്ടോ. പക്ഷേ ഫ്ലവർ ഡബിൾ ആണോ സിംഗിൾ ആണോ എന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല, ഒന്നാമത് പൂവില്ലാത്തൊരു പ്രശ്നം കാരണം. അപ്പോൾ ഇതിന് 5 വെറൈറ്റിക്കും കൂടി 460 രൂപയാണ് കൊറിയർ ചാർജ് അടക്കം വരുന്ന എമൗണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം വാട്സപ്പ് ചെയ്യാവുന്നതാണ്. 5 വെറൈറ്റിയാണുള്ളത്. ഈ സെയിം വലുപ്പമുള്ള പ്ലാന്റ്സ് ആണ് ഓരോ പ്ലാന്റ്സും. താങ്ക്